ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് SSC, PSC, ബാങ്ക്, റെയിൽവേ തുടങ്ങിയ എക്സാമുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഇംഗ്ലീഷിലെ ഇഡിയംസ് എന്ന സെക്ഷനിൽ നിന്ന് ഒരു 5 ഇഡിയംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് ലോസ് വൺസ് ടച്ച് എന്നതാണ്. ലോസ് വൺസ് ടച്ച് എന്താണ് ഇത്തരമൊരു ഇഡിയംസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്? ടു ലോസ് സ്കിൽ ഓർ അബിലിറ്റി, ഒരു വ്യക്തിയുടെ സ്കില്ല് അല്ലെങ്കിൽ അബിലിറ്റി നഷ്ടപ്പെടുന്നതിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇഡിയമാണ് ലോസ് വൺസ് ടച്ച് എന്നത്. ഇനി രണ്ടാമത്തത് നോ പെയിൻ നോ ഗെയിൻ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് നോ പെയിൻ നോ ഗെയിൻ എന്ന ഇഡിയം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഹാർഡ് വർക്ക് ഈസ് എസെൻഷ്യൽ ഫോർ സക്സസ്. അതായത് ഏതൊരു സക്സസ്സിനും എന്താണ് ഹാർഡ് വർക്ക് എസെൻഷ്യൽ ആണ്. നമുക്ക് പെയിൻ ഇല്ലെങ്കിൽ ഗെയിനും ഇല്ല എന്നതാണ്. ഇനി മൂന്നാമത്തേത് നോക്കാം. ഔട്ട് ഓഫ് ദ ബ്ലൂ. എന്താണ് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്നതാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം അൺഎക്സ്പെക്റ്റ്ലി സംഭവിക്കുകയാണെങ്കിൽ അതിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇഡിയമാണ് ഔട്ട് ഓഫ് ദ ബ്ലൂ, അൺഎക്സ്പെക്റ്റഡ്ലി. ഓക്കെ. ഇനി നാലാമത്തേത് എന്ന് പറയുന്നത് പുട്ട് ഓൺ ഐസ്. എന്താണ് പുട്ട് ഓൺ ഐസ് എന്ന ഇഡിയമാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഡിലേ ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ്പോണ്ട് ചെയ്യുക, ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പുട്ട് ഓൺ ഐസ് എന്നത്. ഇനി അവസാനത്തേതാണ് ഫീൽ അണ്ടർ ദ വെതർ. എന്താണ് ഫീൽ അണ്ടർ ദ വെതർ? ഫീൽ അണ്ടർ ദ വെതർ എന്നത് അതായത് നമ്മൾ ഫീലിംഗ് സ്ലൈറ്റ്ലി അൺവെൽ എന്നതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫീൽ അണ്ടർ ദ വെതർ എന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു വല്ലായിക പോലെ തോന്നുക, അതിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഫീൽ അണ്ടർ ദ വെതർ എന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആദ്യത്തേത് ലോസ് വൺസ് ടച്ച് എന്നതാണ്. ലോസ് വൺസ് ടച്ച് എന്നതാണ് ആദ്യത്തേത്. എന്താണ് ഇതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു സ്കിൽ അല്ലെങ്കിൽ അബിലിറ്റി നഷ്ടപ്പെടുക. രണ്ടാമത്തത് നോ പെയിൻ നോ ഗെയിൻ. ഹാർഡ് വർക്ക് ഈസ് എസെൻഷ്യൽ ഫോർ സക്സസ് എന്നതാണ്. അതായത് പെയിൻ ഇല്ലെങ്കിൽ ഗെയിനും ഇല്ല എന്നതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് ഔട്ട് ഓഫ് ദ ബ്ലൂ. എന്തെങ്കിലും ഒരു കാര്യം അൺഎക്സ്പെക്റ്റ്ലി ഹാപ്പനിങ് അൺഎക്സ്പെക്റ്റ്ലി, ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഔട്ട് ഓഫ് ദ ബ്ലൂ. നാലാമത്തേത് പുട്ട് ഓൺ ഐസ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പോസ്റ്റ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിലേ ചെയ്യുന്നതാണ് പുട്ട് ഓൺ ഐസ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അവസാനത്തേത് എന്ന് പറയുന്നത് ഏതാണ്? ഫീൽ അണ്ടർ ദ വെതർ. അതായത് നമ്മൾ ഫീലിംഗ് സ്ലൈറ്റ്ലി അൺവെൽ, ചെറിയ രീതിയിൽ നമുക്ക് വയ്യായിക പോലെ തോന്നുന്നതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇഡിയമാണ് ഫീൽ അണ്ടർ ദ വെതർ.